ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. നമ്മൾ രാമായണത്തിലെ വളരെയധികം ശ്രേഷ്ഠമായ ഭാഗങ്ങൾ ബാലകാണ്ഡത്തിലൂടെയും അയോധ്യാകാണ്ഡത്തിലൂടെയും ദർശിക്കുകയാണ്. ഇവിടെ വനവാസത്തിനിറങ്ങിയ രാമനെ ദുഃഖത്തോടുകൂടിയാണ് അവിടുത്തെ അയോധ്യവാസികൾ വനവാസത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതിൽ പല ജനങ്ങളും അവിടെ രാമൻ്റെ പുറകെ തന്നെ തൻ്റെ കൈകളുള്ള സാധനങ്ങളുമായിട്ടും രഥമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുതിരകളായിട്ടും പിന്നാലെ യാത്ര ചെയ്തു എന്നാണ്, രാമൻ്റെ പുറകെ നീങ്ങി എന്നാണ് പറയുന്നത്. ഒട്ടനവധി ആൾക്കാർ, അതിൽ നമുക്ക് പറയാനുള്ളത് രാമനെ കാടിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന സുമന്ത്രര് അവിടെ വിട്ടുകൊണ്ട് തിരിച്ചു പോകാൻ പറയുന്ന ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതുവരെ പിന്തുടർന്ന് ദുഃഖത്തോടുകൂടി രാമൻ വനവാസത്തിലേക്ക് പോകുന്നു, ഞങ്ങളും വനവാസത്തിലേക്കാണ് വരുന്നത്, രാമൻ്റെ കൂടെ വനവാസത്തിലേക്ക്, എവിടെയാണെങ്കിലും രാമൻ്റെ കൂടെ എന്ന് പറയുന്ന ഒരു മഹാപ്രവചനം നമുക്കവിടെ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ രാമൻ അയോധ്യയിലിരുന്ന് രാജ്യം ഭരിക്കുകയാണ് വെച്ചാലും അവിടെ ഞങ്ങളുണ്ട്, കാട്ടിലിരുന്നു കൊണ്ട് അവിടെ കൃഷിസ്ഥലം ആക്കിയെടുക്കാൻ മാറ്റുവാൻ, അല്ലെങ്കിൽ അവിടെ എന്ത് ത്യാഗവും എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറോടുകൂടി അവിടുത്തെ അയോധ്യാവാസികൾ പിന്തുടർന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു രാജ്യം വിങ്ങിപ്പൊട്ടുന്നത് ആ രാജാവിനെ അവർ പൂർണ്ണമായിട്ടും സ്വീകരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സൗഹൃദം പുലർത്തിയ ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന ഒട്ടനവധി മഹാപുരുഷന്മാരുണ്ട്. ആ മഹാപുരുഷന്മാരെല്ലാവരും അവരുടെ ജീവിതത്തിൽ കുടുംബത്തെ മാറ്റി നിർത്തി സമൂഹത്തിനു വേണ്ടി, രാഷ്ട്രത്തിനു വേണ്ടി തയ്യാറെടുത്തപ്പോൾ ആ രാഷ്ട്രം, സമൂഹം അവരെ ഒരിക്കലും നിന്ദിക്കാതെ അവരുടെ ആ കർമ്മം നമുക്ക് ലഭിച്ച ഒരു കർമ്മഫലമായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ ഇത്രയും വയസ്സിനുള്ളിൽ ആ അയോധ്യയിലെ എല്ലാവരെയും സ്വീകരിച്ചു എന്നതിനുള്ള ഒരു ആത്മബോധമാണ് നമുക്ക് ഉയർത്തുന്നത്. എല്ലാ ജനങ്ങളോടുള്ള ആ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ അല്ലേ. നമ്മളെല്ലാവരും പറയുന്ന ഒരു സാംസ്കാരിക വചനമാണ് മര്യാദാ പുരുഷോത്തമൻ. അപ്പോൾ അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഒട്ടനവധി മഹാപുരുഷന്മാരെ നമുക്ക് കാണാൻ സാധിക്കും, നവോത്ഥാന നായകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ആ സ്വധർമ്മത്തെ യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ കാൽ കീഴിൽ വയ്ക്കാതെ ആ സ്വധർമ്മം തന്നെയാണ് എൻ്റെ ജീവിതമെന്നും, ഈ രാജ്യം തന്നെയാണ്, സ്വരാഷ്ട്രം തന്നെയാണ് എൻ്റെ കടമ എന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായി അല്ലേ, ആ വർഷക്കാലത്ത് സ്വാതന്ത്ര്യത്തിൽ പോരാടിയ ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ജീവിതങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സമയത്ത് എങ്ങനെയാണോ രാമായണ കഥ നമുക്ക് രുചിയായി വരുന്നത്, അതായത് ആ കഥയിലെ കഥാപാത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ ത്യാഗത്തെ നമുക്ക് സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും അവരുടെ വാക്കുകൾ സേവിക്കുവാനും കഴിയുന്നത്, അത് നമുക്ക് ഉണ്ടാവണമെന്നുള്ളതാണ് പറയാനുള്ള കാരണം. അപ്പോൾ അത്രയും അയോധ്യാവാസികൾ പിന്തുടർന്നു പോയി അവിടെ നിന്നും ഗുഹനെ കാണാൻ സാധിക്കുന്നു. വനത്തിൻ്റെ സരയൂ നദീതീരത്ത് കടത്തി അവിടെ നിന്നും ഗുഹനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഗുഹൻ വനത്തിലെ രാജാവാണ്. ആ വനത്തിൽ ഒരു ആഘോഷപൂർണമായ രാമൻ ഞങ്ങളുടെ കൂടെ വനത്തിലേക്ക് വരുന്നു എന്നുള്ള ആ വനത്തിലെ രാജാവ് ആഘോഷിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. കാരണം അയോധ്യാപതിയായിരുന്ന ശ്രീരാമചന്ദ്രൻ, അല്ലെങ്കിൽ അയോധ്യയിൽ നാളെ രാജ്യം ഭരിക്കേണ്ടതായ ശ്രീരാമചന്ദ്രൻ വനവാസത്തിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ വനത്തിലേക്ക് എത്തി എന്ന് പറയുന്ന സന്തോഷവും ദുഃഖവും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ.
അപ്പോൾ വനത്തിലെ രാജാവായുള്ള ഗുഹനെ പോലും നമുക്കവിടെ ചിത്രീകരിക്കുന്നു. അദ്ദേഹം ശ്രീരാമചന്ദ്രനെ പാദസേവ ചെയ്യുന്നു. അതുപോലെ ശ്രീരാമൻ ആദ്യമായിട്ട് ആലിംഗനം ചെയ്യുന്ന ഒരു വനരാജാവിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പം ഇത് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. പല സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള പഞ്ചായത്ത് അധികാരികൾ അതിന് പ്രാവീണ്യമുള്ള ആൾക്കാരാണ്. അവരുമായി പരിചയപ്പെടുന്ന സമയത്തെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ആ പഞ്ചായത്തിൻ്റെ സേവനങ്ങളെല്ലാം ഇത്തരത്തിൽ സമൂഹത്തിന് നല്ലത് വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലേ. എന്താ വെച്ചാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ അമൃതം ഭാഗവതം എന്നുള്ള പേരിൽ ഭാഗവത ഉത്സവം തന്നെ നടത്തുകയുണ്ടായി. അതിൽ ആദ്യത്തെ ദിവസം ചേറ്റൂർ ശങ്കരൻ എന്ന് പറയുന്ന ഒരു മഹത്തായ വ്യക്തി, പാലക്കാട് ജന്മമെടുത്ത വ്യക്തിയാണ്. മങ്കരയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിച്ചിരുന്നു. ആ മങ്കരയിലാണ് അദ്ദേഹം ജന്മമെടുത്തതും ആ മങ്കരയിലെ തറവാട്ടിൽ ജന്മമെടുത്ത് വിദ്യാഭ്യാസ യോഗ്യനായി മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെല്ലാം പഠിച്ച് വൈസ്രോയി പദവി, അതായത് അഡ്വക്കേറ്റായി മാറി ആ വൈസ്രോയി പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ച ഒരു മഹാപണ്ഡിതൻ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകൻ, മഹാപുരുഷൻ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ മഹാവ്യക്തിത്വത്തെ അറിയുവാനും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുവാനും സാധിച്ചപ്പോൾ വൈസ്രോയി പദവി, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ 5 പേരിൽ ഒരാളായിട്ട് ഒരു ഇന്ത്യക്കാരനെ അവർ സെലക്ട് ചെയ്തിരുന്നു. അത് ഇദ്ദേഹമായിരുന്നു. ആ വൈസ്രോയി പദവിയിലേക്ക് അദ്ദേഹം വരാനും ആ സേവനം അനുഷ്ഠിക്കാനും ചെയ്ത സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ തൻ്റെ വൈസ്രോയി പദവി എഴുതി വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം രാഷ്ട്ര സേവനത്തിന്, ഞാൻ ജന്മമെടുത്ത രാഷ്ട്രത്തിന് ഇത്തരത്തിലുള്ള വൈഭവപൂർണമായ സമ്പത്തുണ്ട്, അതിനെ സംരക്ഷിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും പോകണം. അതുപോലെ തന്നെ രാഷ്ട്രീയ ചിന്തകളുള്ള, രാഷ്ട്രീയ അജണ്ടകളുള്ള ഒട്ടനവധി ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ അവരും നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് അല്ലേ. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇന്നും നമുക്ക് പറയാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മലയാളി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പാലക്കാട്ടുകാരനാണ്. അപ്പം ഇത്തരത്തിൽ ശ്രേഷ്ഠമായ മഹാവ്യക്തിത്വത്തിന് ജന്മം കൊടുക്കാൻ പാലക്കാടിന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറയണ്ടായി തപോവന സ്വാമികളെ കുറിച്ച്. ഇന്ന് ഞാൻ പറയുന്ന ഈ മഹാപുരുഷൻ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ ഗാന്ധിജിയോടും ജവഹർലാൽ നെഹ്റുവിനോടും ഒരുമിച്ച് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന മലയാളി വ്യക്തി പാലക്കാട്ടുകാരനാണ്. പിന്നീട് ഇതുവരെ ഒരു മലയാളിയെ അവർ സെലക്ട് ചെയ്തിട്ടില്ല. അത് അവരുടെ രാഷ്ട്രീയ സുഖഭോഗങ്ങൾ അനുസരിച്ചിട്ടാവാം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി നിർമ്മാണം സാധിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു പിറന്ന മണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് താൻ വായിച്ചെടുക്കുകയും മനസ്സിലാക്കിയെടുക്കുകയും ചെയ്ത കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപാട് യുഗപുരുഷന്മാർ, നവോത്ഥാന നായകന്മാർ നമുക്ക് ജന്മമെടുത്ത ഭൂമി തന്നെയാണ് ഭാരതദേശം എന്ന് പറയുന്നത് അല്ലേ. പരശുരാമനെ നമുക്ക് കാണാൻ സാധിച്ചപ്പോൾ കേരളം നിർമ്മിച്ചത് പരശുരാമൻ മഴുവെറിഞ്ഞ് കടൽ മാറിപ്പോയി എന്നും അവിടെയുള്ള നാഗങ്ങളെല്ലാം പരശുരാമൻ്റെ മുന്നിൽ വന്ന് ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ കേരളത്തിലുള്ള ഓരോ വ്യക്തികളും സംരക്ഷിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് പരശുരാമൻ എന്തു ചെയ്തു? അവരെ അനുഗ്രഹിച്ചു വിട്ടു. ഇന്നും നാഗങ്ങൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുകയും അതുപോലെ തന്നെ കാവുകൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നതുമായ സ്ഥലങ്ങൾ കേരളത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആചാര്യവാക്യത്തോടുകൂടി ആ ഗുരുക്കന്മാർ സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞതിലൂടെ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു ആത്മബോധം അല്ലെങ്കിൽ അധ്യാത്മ തത്വം നമ്മുടെ ജീവിതത്തിലെല്ലാം പകരുവാൻ വേണ്ടിയിട്ടാണ് രാമമന്ത്രത്തെ നിത്യജീവിതത്തിൽ
ആസ്വദിക്കുവാനും അറിയുവാനും ആ ചിന്തകളെ മനസ്സിലാക്കുവാനും രാമതത്വത്തെ നമ്മുടെ മനസ്സിലേക്ക് ഏന്തി നിൽക്കാനും ജീവിതചര്യയാക്കി മാറ്റാനും രാമമന്ത്രത്തെ നാവിൽ എപ്പോഴും നുകരണമെന്നുള്ള ആശയത്തെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അയോധ്യ വിട്ട് ഗുഹനിലേക്ക് എത്തുന്ന ശ്രീരാമചന്ദ്രനെ ആലിംഗനം ചെയ്യുന്ന ഗുഹൻ നമുക്ക് കാണാൻ സാധിക്കും. കാട്ടാള ജാതിയിൽ ജനിച്ച ആള്, കാട്ടിലെ രാജാവ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ആ ഗുഹൻ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഒരു മരത്തണലിൽ കടന്നുറങ്ങുന്ന സീതാരാമന്മാരെ കാണുന്ന ലക്ഷ്മണന് ദുഃഖം വരുന്നു അല്ലേ. അയോധ്യയിൽ നിന്നും ഒരു ദിവസം കൊണ്ട് പട്ടുമത്തിയിൽ വെഞ്ചാമരങ്ങൾ വീശി മറ്റേ ഉറക്കുപാട്ടും ഉണർത്തുപാട്ടും കേട്ട് എഴുന്നേൽക്കുകയും കടന്നുറങ്ങുകയും ചെയ്യുന്ന ആ വ്യക്തി ഇന്ന് ഒരു മരത്തണലിൽ മണ്ണിൽ കടന്നുറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അവിടെ നിന്നും ആ ഗുഹനോട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, എന്നെ ഉടനടി ഈ കടത്തി തരണം, ഈ കടത്തിലൂടെ ഈ നദിയെ കടത്തിത്തരണം എന്ന് പറയുന്നുണ്ട്. അവിടെ സുമന്ത്രരായ മന്ത്രിമാരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ രാവിലെ ഇവർ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്തിനുള്ളിൽ, അതായത് തൻ്റെ കൂടെ വന്നിരുന്ന അയോധ്യ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. കാരണം ഞാൻ തിരിച്ച് അയോധ്യയിലേക്ക് പോയി എന്ന് നിങ്ങൾ ആ രഥത്തെ തിരിച്ച് അയോധ്യയിലേക്ക് സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ ഇവരെല്ലാം വിശ്വസിച്ചോളും ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ പോയി എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ആർക്ക് സാധിച്ചു? ശ്രീരാമൻ പറഞ്ഞു കൊടുത്ത് അതേപടി അനുസരിക്കുന്ന മന്ത്രിമാരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പൊ ദുഃഖത്തോടു കൂടിയാണ് എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ആ രാമന്റെ വാക്യത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും അത് ബാക്കിയുള്ള സമൂഹത്തിന് കൂടി നല്ലതാണെന്ന് ചിന്തിക്കുകയും, കാരണം എല്ലാവരും കൂടി വനവാസത്തിലേക്ക് വന്നാൽ അല്ലേ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ മനോഹരമായ കൊല്ലങ്കോട് ദേശമുണ്ട്. ആ കൊല്ലങ്കോട് ദേശത്തെ എല്ലാവരും പ്രകീർത്തിച്ച് പ്രകൃതി ഭംഗി സംരക്ഷിക്കപ്പെടുന്ന ആ മേഖല ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ വിസർജ്യ വസ്തുക്കൾ കൊണ്ട് എറിയുന്ന മേഖലയായി മാറി. ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ട സ്ഥലങ്ങളെല്ലാം എല്ലാ സമൂഹത്തിൻ്റെയും ആൾക്കാരെ വന്ന് ഉറഞ്ഞുകൊണ്ട് അവരുടെ സുഖഭോഗങ്ങൾക്ക് അനുസരിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ ആ കൊല്ലങ്കോട് ഇന്ന് നമുക്ക് ഹരിത കേന്ദ്രമായി മാറ്റിയെടുക്കാതെ, അതിനെ എക്കോ സെൻ്ററായിട്ട് മാറ്റിയെടുക്കാതെ നമുക്ക് ഇന്ന് ഡൈവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ജനങ്ങൾ അത്രയും അധികം കാമലോലുപയാണ്. തൻ്റെ ആഗ്രഹങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്താൽ അതിനെ സ്വായക്തമാക്കുക, സംരക്ഷിക്കുകയല്ല സ്വായക്തമാക്കുക, എന്നിലും ആ ഒരു വീക്ഷണം ഉണ്ടാവുക. അവിടെ തിന്നും കുടിച്ചും രമിച്ചും കളിച്ചും മുന്നോട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ ഉപരിയായിട്ട് ഈ സമൂഹത്തിൻ്റെ സംരക്ഷണമോ ഈ പ്രകൃതിയുടെ സംരക്ഷണമോ ആരും ഏറ്റെടുക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഗുഹനെ നമുക്ക് കാണാൻ സാധിക്കും. വനത്തിലെ രാജാവായി സംരക്ഷിക്കുന്ന ഒരു വ്യക്തി, ആ രാമൻ വന്നപ്പോൾ രാമനെ ആലിംഗനം ചെയ്യുന്ന വ്യക്തി അല്ലേ. അപ്പോൾ നമുക്ക് സവർണ മേധാവിത്വമുള്ള ഒരു ഇതിഹാസ പുരാണമാണ് രാമായണമെന്ന് പലരും വ്യാഖ്യാനിക്കുന്നതും നമുക്ക് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പം സവർണ മേധാവിത്വം എവിടെയാണ് വരുന്നത്? ക്ഷത്രിയനായ ശ്രീരാമചന്ദ്രൻ അല്ലേ. വേദസംഹിതകളെല്ലാം തൻ്റെ കുലഗുരുവിൽ നിന്നും പഠിച്ചു. അയോധ്യ നിവാസികളെല്ലാം സ്നേഹിക്കുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അത് മാത്രമല്ല എല്ലാവരെയും തനിക്ക് തുല്യം നിലനിർത്തിക്കൊണ്ടുവരുന്ന ശ്രീരാമചന്ദ്രൻ അല്ലേ. അവിടെയും ഗുഹനെ നമുക്ക് നോക്കിയാൽ ഗുഹനെ ആലിംഗനം വേണമെങ്കിൽ ഗുഹനോട് അയോധ്യാപതിയായി നിന്നുകൊണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കുന്ന കാര്യമുണ്ടാവും. പക്ഷേ താൻ ആലിംഗനം ചെയ്യുന്ന സമയത്ത്
ആ സുഹൃത് ബന്ധത്തെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ കടത്തി വിടുമ്പോൾ അവിടെ ഗംഗയെ വിളിക്കുന്ന പേരുണ്ട്. ആ ഗംഗയെ ശ്രീരാമചന്ദ്രൻ പൂജിക്കുകയും നമസ്കരിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നു കടത്തിലിരുന്നു കൊണ്ട്. അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ദക്ഷാരി വല്ലഭേ ഗംഗേ എന്നൊരു വാക്ക് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു പേര് നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ ഗംഗയ്ക്ക് എന്ന്? ദക്ഷാരി വല്ലഭേ. ദക്ഷനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ശിവന്റെ അമ്മായി അച്ഛനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? ആ ശിവന്റെ അമ്മായി അച്ഛൻ ചെയ്ത ദ്രോഹങ്ങളെല്ലാം, ശിവനോട് കാണിച്ച അപമര്യാദകളെല്ലാം നമുക്ക് ആചാര്യഭാഷണത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ശിവന്റെ പത്നിയുടെ ഭർത്താവ് പിതാവ് തന്നോട് കാണിച്ചതെല്ലാം മറന്ന് അവിടെ യാഗയജ്ഞത്തിന് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ആ യാഗയജ്ഞത്തിന് ഒരു മൂളൽ പോലും കൊടുക്കാതെ, തൻ്റെ സമ്മതമില്ലാതെ ആ സതീദേവി തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് പോകാൻ തയ്യാറായി. എല്ലാവരും പോകുന്നത് കണ്ടു, നാൻമുഖൻ പോകുന്നത് കണ്ടു, അതുപോലെ ഒട്ടനവധി സൂര്യൻ ചന്ദ്രന്മാർ പോകുന്നത് കണ്ടു, എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ ഞാനും കൂടി പോയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമുക്ക് കൂടി പോകേണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് താൻ ധ്യാനനിരതനായിരിക്കുന്ന കാര്യങ്ങൾ അത് പ്രകൃതിക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നും സമ്മതമില്ലാതെ സതീദേവി ഇറങ്ങിപ്പോകുന്നു അല്ലേ? ആദ്യം സതീദേവിയുടെ ചിത്രം മുന്നിലേക്ക് വരുന്ന സമയത്ത് ആ കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ശിവന്റെ മുന്നിൽ വളകൾ കേളിക്കുന്നു, പാദസരം കേളിക്കുന്നു, ശിവൻ ഉണരുന്നേ ഇല്ല. നമ്മൾ എല്ലാവരും പറയാറുണ്ട് സ്നേഹത്തോടുകൂടി വിളിക്കുന്ന വാക്കുകൾ, ഭർത്താവിനെ വിളിക്കുന്ന വാക്കുകൾ. ആ വാക്കുകളെല്ലാം വിളിച്ച് ശിവനെ ഉണർത്തി ആ തപസ്സിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റിയെടുത്ത് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും സതീദേവി പോയപ്പോൾ അവിടെ അപമാനമായി ലഭിക്കുന്ന ഓരോ വാക്കുകളുണ്ട്. നിന്നെയോ നിൻ്റെ ഭർത്താവിനെയോ ഞാനിവിടെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ ഹോമത്തെ തടസ്സപ്പെടുത്തുന്ന സതീദേവിയെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പം ആ സതീദേവി ആ അഗ്നിയിൽ ചാടി മരിക്കുകയും അതിൽ ക്രോധാലുവായിട്ട് ദക്ഷന്റെ തല വെട്ടിയെടുക്കുന്ന, തല ഛേദിക്കുന്ന ശിവനെ നമുക്ക്, ശിവന്റെ ഭൂതഗണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ താണ്ഡവമാടുന്ന ശിവനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗംഗാമാതാവിനെ അവിടെ പ്രദാനം ചെയ്യാനുള്ള ഒരു കാരണം കൂടിയാണ് ദക്ഷാരി വല്ലഭേ ഗംഗേ എന്ന്. അതായത് ദക്ഷനെ ശത്രുഭാവത്തിൽ കാണാൻ സാധിച്ചത്. അന്ന് വരെ തൻ്റെ ഭാര്യയുടെ അച്ഛനായിട്ട് കണ്ടു, പക്ഷെ ആ ഭാര്യ പോലും ഇല്ലാതാക്കാൻ സാധിച്ചതനുസരിച്ച് അവിടെ ശത്രുവായിട്ട് കണ്ട് ദക്ഷനെ വധിക്കുന്ന ദക്ഷന്റെ ശത്രുവായ ശിവന്റെ നെറുകയിൽ ഇരിക്കുന്ന ഗംഗാമാതാവേ നിനക്ക് നമസ്കാരം. ഒരു വാക്കിന് ഇത്രയും അധികം വിശകലനമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നമുക്ക് കാണാം. എല്ലാവരും ഈ ഭാഗങ്ങൾ എത്തുമ്പോൾ ഒന്ന് വായിച്ച് പഠിക്കാനും ഈ ദക്ഷാരി വല്ലഭയുടെ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കുവാനും നമ്മൾ പുഴയിലേക്ക് ഒഴുക്കുന്ന മാലിന്യമെല്ലാം നമുക്ക് നാളെ തിരിച്ചു വരുന്നത് അനുഭവിക്കേണ്ട ആൾക്കാരായി വരുന്നു അല്ലേ? ഒന്ന് ചിന്തിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ മഴവെള്ളത്തിൽ കുളിച്ചപ്പോൾ, വെള്ളത്തിൽ ചാടി കുട്ടികൾ കുളിച്ചപ്പോൾ, അല്ലെങ്കിൽ ചളിവെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒന്ന് ചാടിക്കളിച്ചപ്പോൾ അതിൽ നിന്നും ഏതോ ഒരു ബാക്ടീരിയ ശരീരത്തിലേക്ക് കയറി ആ കുട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി. അവിടെ ആ കുട്ടി മരിച്ചതായിട്ട് നമുക്ക് പേപ്പറിലൂടെ വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ വെള്ളത്തിലൂടെ ഇത്രയും അധികം ദുഷ്ട ജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ
ആ ഗംഗയെ പൂജ കഴിക്കുന്നത് പോലെ തന്നെ, ഗംഗയെ പവിത്രീകരിക്കുന്ന പോലെ തന്നെ എല്ലാ നദികളെയും സംരക്ഷിച്ചു വരേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാലും പാലക്കാട് ജില്ലയെ എടുത്തു നോക്കിയാൽ നിളാനദി എന്ന് പറയുന്ന ആ നിളയ്ക്ക് ഗംഭീരമായ ആധ്യാത്മികത നമുക്ക് കാണാൻ സാധിക്കും. ആ നിളയുടെ തീരങ്ങളിലൂടെ വസിച്ചിരുന്നവരുടെ ജീവിതവും ക്ഷേത്രങ്ങളുടെ സംസ്കാരവും അതുപോലെ ധർമ്മബോധവും നമുക്ക് നിളയിലൂടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ കുറച്ചു ഭാഗം പൊള്ളാച്ചിയിലേക്ക് പോയത് കൊണ്ട് രണ്ടാം സ്ഥാനത്ത്, പെരിയാർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് എത്തുന്ന നിളയെ നമുക്ക് കാണാൻ സാധിക്കും. നിള സംഗമിക്കുന്നത് കൽപ്പാത്തിയിലൂടെ ഒഴുകി വരുന്ന കാശിയിൽ പാതി കൽപ്പാത്തിയും ചേർന്നുകൊണ്ട് പറളി ജംഗ്ഷനിൽ എത്തപ്പോൾ അവിടെ ഭാരതപ്പുഴ എന്നുള്ള പേരിലേക്ക് എത്താൻ സാധിച്ച ആ പുഴയെ, ഒരു രാജ്യത്തിൻ്റെ പേരുള്ള പുഴയെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ മാലിന്യം ചേർത്തരുത്, അല്ലെ? വിഷ്ണു ധർമ്മശാസ്ത്രം നമ്മളോട് പറയുന്നു, പാലിൽ വെള്ളം ചേർത്തുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഏത് പ്രവൃത്തിയിലേക്കാണ് വരിക? വേശ്യാവൃത്തി മുതൽ മറ്റേ പെരിച്ചാഴി വരെ ആവുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ആ പാലിൽ വെള്ളം ചേർത്തി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ അരയന്നമായി മാറും. കാരണം അരയന്നത്തിനൊരു സ്വഭാവമുണ്ട്, പാലിൽ വെള്ളം ചേർത്തി കൊടുത്താൽ ആ പാലിനെ കഴിക്കുകയും വെള്ളത്തെ തുപ്പിക്കളയാനും തൻ്റെ മൂക്കിലൂടെ പുറത്തേക്ക് കളയാനുമുള്ള ശേഷി ആർക്കുണ്ട്? അരയന്നത്തിനുണ്ട്, അല്ലേ? നമ്മളൊക്കെ പറയുന്ന ഗൂബ്സ് എന്ന് പറയുന്ന സാധനം ആ പക്ഷികൾക്ക് അല്ലെങ്കിൽ ആ ജീവികൾക്ക് സാധിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് പണ്ട് മുതലേ പറഞ്ഞു വച്ചിരിക്കുന്നു. അത് ശ്രീരാമൻ ഗുഹനിലൂടെ കടക്കുന്ന സമയത്ത് ആ ദക്ഷാരി വല്ലഭയായ ഗംഗയെ സംരക്ഷിക്കുകയും പൂജിക്കുകയും തർപ്പണം ചെയ്യുകയും ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ്. അപ്പം എല്ലാ അവതാര പുരുഷന്മാരും ജലത്തെ സംരക്ഷണമാക്കിയെടുക്കുന്നു, അല്ലേ? അവിടെ നമുക്ക് കാളിന്തി നദിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ കാളിന്തിയിൽ വിഷാംശം കലർത്തുന്ന കാളിയൻ എന്ന് പറഞ്ഞ വിഷാംശമുള്ള നാഗത്തെ, അവിടെ ആ കാളിയൻ്റെ അഹങ്കാരത്തെയും തൻ്റെ വിഷമത്തെയും തുപ്പിക്കളയാൻ വേണ്ടി നൃത്തമാടുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ മോഹിനിയാട്ടം നടന്നത് ഒരു നാഗത്തിൻ്റെ പുറത്താണ് എന്ന് നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നു. ആ സമയത്ത് ആ നൃത്തത്തിന് താളം വയ്ക്കുന്ന ഡമരു ആദ്യം ചെയ്യുന്നത് ശിവനാണ്. അപ്പം ഇത്തരത്തിൽ സമൂഹത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് കമ്മിറ്റ്മെൻ്റ് കൊടുക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ വയ്ക്കുമ്പോൾ അവിടെ നമുക്ക് ജാതി വ്യവസ്ഥയില്ല, പൗരാണികമില്ല, ബ്രാഹ്മണ്യ മേധാവിത്വമില്ല, ക്ഷത്രിയ മേധാവിത്വമില്ല എന്നെല്ലാം മനസ്സിലാക്കുന്നു. ഒരു സാധാരണ മനുഷ്യനായി നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആ ഗുഹനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗുഹൻ്റെ കടത്തി വിടുന്നതിലൂടെ ആ സംരക്ഷണം നമുക്കെല്ലാവർക്കും ഏറ്റെടുത്ത് നമ്മുടെ പാലക്കാട് ഒഴുകുന്ന ശോകനാശിനിയായിട്ടും കണ്ണാടിപ്പുഴയായിട്ടും യാക്കരപ്പുഴയായിട്ടും ഗായത്രി പുഴയായിട്ടും കുന്തിപ്പുഴയായിട്ടും എല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. ഈ ജലത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് രാമൻ്റെ വനവാസ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഏവർക്കും നമസ്കാരം.